കോവിഡ് സമയത്ത് പൊട്ടിമുളച്ച കേവലം ഒരാളല്ല ഇയാൾ. AI വരെ മുട്ടുകുത്തിച്ച ഒരു മച്ചാനാണ് മഹേഷ് കുഞ്ഞുമോൻ. വരാനുള്ളവർ വരും, പോകാനുള്ളവർ പോകും. കോവിഡ് സമയത്ത് ട്രെൻഡ് സെറ്ററായിരുന്ന ഈ വീഡിയോയുടെ സൃഷ്ടാവും മഹേഷാണ്. ഓക്കെ പെർഫെക്റ്റ് ഓക്കെ മച്ചനത് പോരലിയ. 50-ലേറെ ശബ്ദങ്ങൾ കൈവശമുള്ള മഹേഷ് സ്വന്തം ശബ്ദത്തിലും അനുകരിച്ചും ഒരുപാട് ചിത്രങ്ങൾ ഡബ് ചെയ്തിട്ടുണ്ട്. അനുകരിച്ച് ഡബ് ചെയ്യുന്നതിനെ പറ്റി മഹേഷ് പറയുന്നത് ഇതാണ്. ഓൺ വോയിസിൽ ഡബ് ചെയ്യുന്ന പോലെയല്ല, ഇമിറ്റേറ്റ് ചെയ്ത് ഡബ് ചെയ്യുന്നത്. ഇമിറ്റേറ്റ് ചെയ്ത് ഡബ് ചെയ്യുമ്പോൾ ആദ്യം ആളുടെ ശബ്ദം കൊണ്ടുവരണം, പിന്നെയാണ് മോഡുലേഷൻ ലിപ്പ് നോക്കി ചെയ്യാൻ പറ്റുക. അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഇതാണ്. 6-7 വർഷങ്ങൾക്ക് മുമ്പ് കോമഡി ഉത്സവത്തിൽ തുടങ്ങിയ മഹേഷിന്റെ ശബ്ദത്താൽ തീർത്ത ചില കഥാപാത്രങ്ങളെയാണ് ഇന്ന് നാം കാണാൻ പോകുന്നത്. നിന്റെ വീട്ടിലെ സാധനം അടിച്ച് ഒളിച്ചിട്ട് നാട് മുഴുവൻ പ്രശ്നം, എന്നിട്ട് നീ ഇവിടെ വന്ന് നിൽക്കുക. അല്ല, നിങ്ങൾ ഇതുവരെ നമ്മുടെ സിനിമാക്സ് മലയാളം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ? ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇതാ ഇപ്പൊ ചെയ്തോളൂ. കൂടാതെ പുതിയ വീഡിയോസ് കാണുവാൻ വേണ്ടി ആ ബെൽ ഐക്കണും ഒന്ന് എനേബിൾ ചെയ്യണേ. അകാലത്തിൽ മരണപ്പെട്ട നമ്മുടെ അനിൽ നെടുമങ്ങാടിന് ഇനി ആര് ഡബ് ചെയ്യും എന്നതിനുള്ള ഒരേ ഒരു ഉത്തരമായിരുന്നു മഹേഷ്. ഡോക്ടറുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇവൻ മരണപ്പെടുന്നത് 2019 സെപ്റ്റംബറിലല്ലേ, പക്ഷേ ലാസ്റ്റ് ലൊക്കേഷനിൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് 2020 ഏപ്രിൽ. അനിലിന്റെ ശബ്ദത്തോട് മോഡുലേഷൻ കൊണ്ടും സാമ്യത കൊണ്ടും കട്ടയ്ക്കൊപ്പം നിന്ന മഹേഷിനെ തേടി അനിലിന്റെ വേറെയും ചിത്രങ്ങളെത്തി. ഡിക്കിയിലൊന്നുമില്ല, ഒന്നുമില്ല. അപ്പൊ അടക്കമൊക്കെ കഴിഞ്ഞില്ല. നിന്റെ വീട്ടിലെ സാധനം അടിച്ച് ഒളിച്ചിട്ട് നാട് മുഴുവൻ പ്രശ്നം, എന്നിട്ട് നീ ഇവിടെ വന്ന് നിൽക്കുക. ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് തോന്നാത്ത വിധം അനിൽ നെടുമങ്ങാടിന് സ്ക്രീനിൽ ജീവൻ നൽകിയതിന്റെ പൂർണ്ണ പങ്കും മഹേഷിനുള്ളതാണ്. മഹേഷ് എന്ന മിമിക്രി ആർട്ടിസ്റ്റ് ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി മാറുന്നത് മാസ്റ്ററിൽ വിജയ് സേതുപതിയുടെ മലയാളം വെർഷൻ ചെയ്താണ്. ഞാനിത് അടുത്ത ആഴ്ച നിങ്ങളോട് പറയാനിരിക്കുകയായിരുന്നു. എത്ര വർഷമായിട്ട് ആഴ്ച തോറും എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ കാശ് വന്നുകൊണ്ടിരിക്കാൻ പറ്റും, അതുകൊണ്ട് കാശ് തരില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. സേതുപതിയുടെ ശബ്ദത്തിൽ മഹേഷിനുള്ള പ്രാവണ്യം ഇത്രത്തോളമാണ്. അതായത് സേതുപതിയുടെ ഓരോ മൈന്യൂട്ട് ശബ്ദങ്ങളും അയാൾക്ക് ബൈഹാർട്ടാണ് എന്നതാണ്. ഒരു പരിപാടിയിൽ മഹേഷിന്റെ മേൽ പറഞ്ഞ വീഡിയോ സേതുപതി കാണാനിടയായി. കണ്ട ശേഷം മക്കൾ സെൽവന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. மகேஷ் குஞ்சுமோன் நீங்கள் ரொம்ப அழகாக பண்ணுறீங்க. மகேஷ் குஞ்சுமோன் க்யூட்டாக பண்ணீங்க. ஒரு அப்சர்வேஷன் வந்து இட்ஸ் பியூட்டிஃபுல், இட்ஸ் வெரி பியூட்டிஃபுல். ஐ ലവ് യു. ഈ ഒരു പെർഫെക്ഷൻ കൊണ്ട് മാത്രമാകണം ഫർസി എന്ന ഹിന്ദി ചിത്രം ഇന്ത്യൻ കറൻസി മിഡിൽ ഈസ്റ്റിൽ പ്രിന്റ് ചെയ്ത് അത് നേപ്പാളിൽ പാക്ക് ചെയ്ത് ഇന്ത്യയിൽ കൊണ്ടുപോയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇതല്ലേ യഥാർത്ഥ ഗ്ലോബലൈസേഷൻ, റൈറ്റ്? തുഗ്ലക് ദർബാർ എന്നീ ചിത്രങ്ങളുടെ മലയാളം പതിപ്പും മഹേഷ് ചെയ്തത്. കാരണം വിജയസയുടെ 3-4 പടങ്ങൾ മലയാളത്തിൽ ചെയ്തിട്ടുണ്ട്. മാസ്റ്ററൊക്കെ തുഗ്ലക് ദർബാർ. മഹേഷിന്റെ ഈ പെർഫെക്ഷന് നിങ്ങൾ 10-ൽ എത്ര മാർക്ക് കൊടുക്കുമെന്ന് കമന്റിലൂടെ അറിയിക്കും. മഹേഷ് അന്ന് പോയത് വിജയ് സേതുപതിക്ക് മാത്രം ഡബ് ചെയ്യാനായിരുന്നു. റെഡിയാക്കിക്കൊണ്ടിരിക്കുക, അത് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ശരിയാക്കി തരാം. എല്ലാവരും ജീവനോടെ ഇരിക്കണമെങ്കിൽ നോക്കിക്കണ്ടൊക്കെ ഇല്ല, ഞാൻ നിനക്ക് അപ്ഡേറ്റ് ചെയ്തോളാം. പക്ഷേ പിന്നീട് സംഭവിച്ചത് ഇതാണ്. വിജയ് സേതുപതിക്ക് മാത്രമായിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ എന്നെ കൊണ്ട് ഒരു വോയിസ് ടെസ്റ്റ് നടത്തി, അത് കേൾപ്പിച്ചു, ചെമ്പമ്മിനെ ചോദിച്ചു. ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഓരോരുത്തർ ആൾക്കാർ കൂടി വന്നത്. യെസ്, അങ്ങനെയാണ് ആ 7 കഥാപാത്രങ്ങളും മഹേഷിന്റെ കയ്യിൽ ഭദ്രമാകുന്നത്. സേതുപതി കഴിഞ്ഞാലുള്ള പ്രധാന കഥാപാത്രങ്ങളായിരുന്നു ഫഹദ് ഫാസിൽ. ഒരുപക്ഷെ മരിച്ചത് കർണനല്ലാതെ ഞാൻ വിചാരിക്കുന്ന ഒരാളാണെങ്കിൽ ഹിസ് ഓൺ എ മിഷൻ. ചെമ്പൻ വിനോദ്. സർ, ഗൺസ് എല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ എവിഡൻസ് എല്ലാം ട്രാഷ് ചെയ്തു. അർജുൻ ദാസ്. അവന്റെ പേര് ദില്ലി. സൂര്യ. റോലെക്സ്. സർ, ഇനി മുതൽ സർ. യെസ് സർ. ഓക്കേ സർ. കൂട്ടത്തിൽ ക്ലൈമാക്സ് രംഗങ്ങളിൽ ഉലക നായകൻ കമൽഹാസനും ശബ്ദമായിട്ടുണ്ട് മഹേഷ്. എല്ല് പൊട്ടിയിട്ട് സ്റ്റീൽ റോഡ് വെച്ചിരിക്കുക, വെട്ടിയാൽ മുറിയില്ല. അതുകൊണ്ട് തന്നെ ലിയോയിൽ ലാസ്റ്റ് കേൾക്കുന്ന ഈ ശബ്ദവും മഹേഷിന്റെ ആയിരുന്നു. ഒരേ ഒരു ഡെത്തോറ ഫാക്ടറി നശിപ്പിച്ചത് കൊണ്ട് എല്ലാ പ്രശ്നവും സോൾവ് ആയെന്ന് വിചാരിക്കുന്നുണ്ടോ പാർത്ഥിപൻ? മഹേഷ് മുൻപും ഡബ് ചെയ്തിട്ടുണ്ടെങ്കിലും കൂടുതലും ഫേമസ് ആകുന്നത് വിക്രമിലൂടെയാണ്. ഡബ്ബിംഗ് മേഖലയിൽ കൂടുതൽ പേർക്ക് എൻ്റെ പേര് കേട്ടത് വിക്രം വഴിയാണ്. ഒരൊറ്റയാൾ 7 ശബ്ദങ്ങൾ, ഇത് തന്നെയാകും ഫേമസ് ആകാനുള്ള പ്രധാന കാരണവും. വിക്രമിന് ശേഷം മഹേഷ് ഫഹദിന് ശബ്ദം നൽകുന്നത് രജനികാന്ത് ചിത്രമായ വേട്ടയിലൂടെയായിരുന്നു. ബഡ്ജറ്റ് ഇല്ല മാഡം, ഒരു 500 എടുത്തേ. മാഡം പ്ലീസ്.
ഇനി ബഡ്ജറ്റിലൊന്നും പറയരുത്. മാഡത്തിനോട് എനിക്ക് തന്നെ പറഞ്ഞാൽ മതി. തരൂലേ? തരും. ഫഹദ് എങ്ങനെ തമിഴിൽ ഡബ് ചെയ്തോ അതേ മോഡുലേഷനും സംസാര ശൈലിയും ഒട്ടും ചോരാത്ത രീതിയിലാണ് മഹേഷ് ആ ഒരു കഥാപാത്രത്തെ കൈകാര്യം ചെയ്തത്. അടിപൊളി. അതുകൊണ്ട് തന്നെ മഹേഷിന്റെ മറ്റു ഡബ്ബിങ്ങുകളെ പോലെ തന്നെ ഉഗ്രനായിരുന്നു ബാറ്ററി എന്ന പാട്രിക്കിന്റെ ശബ്ദവും. മിലിറ്ററിക്കാർ ചപ്പാത്തി ചൂടാറില്ലേ? മികച്ച ലോക ചിത്രങ്ങളിൽ ഒന്ന് എന്ന നിലയിൽ വിലയിരുത്തപ്പെട്ട 12th ഫെയിൽ എന്ന ചിത്രത്തിലും നമ്മുടെ മഹേഷ് ഒരു പങ്കുവഹിച്ചിട്ടുണ്ട്. ചേട്ടൻ രാത്രി കുടിക്കാനായിട്ടല്ലേ അത് രാത്രി വാങ്ങാന്ന് വിചാരിച്ച് ഇപ്പൊ ബ്രെഡ് മാത്രമേ ഞാൻ വാങ്ങിച്ചോളൂ. എന്ത് പരിപാടിയാ കാണിച്ചത്? ഹീറോയായ മനോജിന്റെ കൂട്ടുകാരനായ ടൂൾ എന്നൊരു കഥാപാത്രത്തിനാണ് മഹേഷ് 12th ഫെയിലിൽ ശബ്ദം കൊടുത്തിട്ടുള്ളത്. എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ പുള്ളിക്കാരൻ സോൾവ് ചെയ്ത് എനിക്ക് 15 വയസ്സുള്ളപ്പോൾ തൊട്ട് പുള്ളിനെ നന്നായിട്ട് അറിയാം. ഈ ഒരു ശബ്ദം കേട്ടിട്ട് എവിടെയോ കേട്ട പോലെ ഉണ്ടല്ലേ? മനസ്സിലായെങ്കിൽ കമന്റിലൂടെ പറയണേ. ഓർക്കുന്നുണ്ടോ ഹരീഷ് പേങ്ങൻ എന്ന ഈ നടനെ? അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന ഈ ചിത്രം പൂർത്തിയാക്കുന്നതിന് മുമ്പ് വിട പറഞ്ഞ ഇദ്ദേഹത്തിന്റെ ശബ്ദം നമ്മൾ കേട്ടത് മഹേഷിലൂടെ ആയിരുന്നു. അയാൾ നല്ല അതെല്ലാം കൂടി എടുത്ത് അയാളെ വീട്ടിൽ കൊണ്ടുവച്ചു. ഇനി എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഒട്ടും സുപരിചിതമല്ലാഞ്ഞിട്ട് പോലും ഒറിജിനലെ വെല്ലുന്ന രീതിയിൽ മഹേഷ് ഈ ശബ്ദം ചെയ്തത് ഇങ്ങനെയായിരുന്നു. ഈ ഹരീഷ് പേങ്ങൻ ചേട്ടൻ വയ്യാത്ത സമയത്താണ് ഞാൻ ഡബ് ചെയ്തത്. അപ്പോൾ എനിക്ക് വോയിസ് അറിയില്ല. അപ്പോൾ ഞാൻ ഈ പല്ല് ഊരി വെച്ചിട്ട് ആണ് ചെയ്തത്. തെലുങ്ക് ചിത്രമായ സരിപ്പോത ശനിവാരത്തിന്റെ മലയാളം പതിപ്പ് സൂര്യ സാറ്റർഡേയിൽ മഹേഷ് ഭാഗമാകുന്നത് SJ സൂര്യക്ക് ശബ്ദം നൽകിക്കൊണ്ടാണ്. സൂര്യയുടെ ദേഷ്യവും വികാരങ്ങളുമെല്ലാം അതീവ ശക്തിയോടെയാണ് മഹേഷ് ഈ കഥാപാത്രത്തിലൂടെ നമുക്ക് പകർന്നു തന്നത്. ഈ ബുദ്ധി എനിക്കെന്താ തോന്നുന്നത്? അതുകൊണ്ട് തന്നെ ഇതുവരെ SJ സൂര്യക്ക് ശബ്ദം നൽകിയവരിൽ നിന്ന് ഒരു പടി മുകളിൽ തന്നെയായിരുന്നു മഹേഷ്. ഇന്ത്യയിലെ തന്നെ വളരെ പ്രസിദ്ധനും ദേശീയ പുരസ്കാര ജേതാവുമായ നവാസുദ്ദീൻ സിദ്ദിഖി എന്ന നടനും മഹേഷ് തന്റെ ശബ്ദത്തിലൂടെ മലയാളത്തിൽ ജീവൻ പകർന്നിട്ടുണ്ട്. ഹിന്ദി കലർത്തി സംസാരിക്കുന്ന വികാസ് മാലിക് എന്ന ഈ കഥാപാത്രത്തെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഡബ്ബാണെന്ന് ഒരിക്കലും പറയില്ല. ഒരുത്തൻ പോലും ആൻസർ ചെയ്യുന്നില്ലല്ലോ ജാസ്. വികാസ്, നീ ടെൻഷൻ ആവാതിരിക്കും. അത്രയ്ക്കും വിശ്വസിക്കും വിധമാണ് വികാസ് മാലിക്കിനെ മഹേഷ് ഒരു മലയാളിയാക്കിയത്. സിനിമാ ലോകത്തെ ഒരു ലെജൻഡായ പ്രതാപ് പോത്തന് അദ്ദേഹത്തിന്റെ മരണശേഷം 2-3 ചിത്രങ്ങളിൽ ഡബ് ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് മഹേഷ്. ശാന്തേ, നീ കൊടുത്തു വന്നേ. ഇത് നമ്മൾ കാഞ്ചീപുരത്ത് പോയപ്പോ ആകിയ സാരിയല്ലേ? ഇത് പറയാനാണ് അങ്ങോട്ട് വിളിച്ചത്. അതിൽ ഒന്നായിരുന്നു ഹെർ എന്ന ഈ ചിത്രം. കൂടാതെ സാറ്റർഡേ നൈറ്റ് എന്ന നിവിൻ പോളി ചിത്രം. നിങ്ങൾ ഫ്രണ്ട്സിനിടയിൽ വഴക്കുണ്ടായി? സ്കൂളിൽ പഠിക്കുമ്പോൾ സൈനിക സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ട് വേണ്ടാന്ന് വെച്ചവനാ. മഹേഷ് തന്റെ ശബ്ദത്തിലൂടെ ഒരു ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ ഭാഗമാകുന്നത് ബ്രഹ്മാസ്ത്ര എന്ന ഹിന്ദി ചിത്രത്തിന്റെ മലയാളം പതിപ്പിലൂടെയാണ്. നാഗാർജുന ചെയ്ത അനീഷ് ഷെട്ടി എന്ന കഥാപാത്രത്തിനാണ് മഹേഷ് ഈ ചിത്രത്തിൽ ശബ്ദം കൊടുത്തിട്ടുള്ളത്. പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ ഇടയാക്കിയ ഈ കഥാപാത്രത്തിന്റെ ഭാവവും ഭീകരതയും ഓരോ വാക്കിലൂടെയും മഹേഷ് പ്രകടമാക്കി. സർവ അസ്ത്ര പ്രധാനം, സൃഷ്ടി വിജയത കാരകം, നമ്മുടെ അഭിമാനം, നമ്മുടെ അടയാളം, ബ്രഹ്മാംശുക്കളുടെ ഹൃദയം. തമിഴിലോ തെലുങ്കിലോ ഹിന്ദിയിലോ ഒതുങ്ങുന്നതല്ല മഹേഷ് എന്ന കലാകാരന്റെ മികവ്. ഹോളിവുഡിന്റെ പല മലയാളം പതിപ്പുകളിലും നമുക്ക് മഹേഷിനെ അനുകരണമില്ലാതെ സ്വന്തം ശബ്ദത്തിൽ കേൾക്കുവാൻ സാധിക്കും. നമ്മുടെ വോയിസായിട്ട് പരമാവധി ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമ്മൾ ചെയ്യും. അതിൽ ചില പതിപ്പുകൾ ഇവയൊക്കെയാണ്. അവതാർ ദ വേ ഓഫ് വാട്ടർ. 2022 പുറത്തിറങ്ങിയ അവതാറിന്റെ 2ാം ഭാഗത്തിലെ ജെയ്ക് സല്ലി എന്ന ഹീറോയ്ക്കാണ് മഹേഷ് ശബ്ദം നൽകിയിട്ടുള്ളത്. നിങ്ങൾ അവരെ ആക്രമിച്ചാൽ, നിങ്ങൾ യുദ്ധം ചെയ്താൽ അവർ നിങ്ങളെ ഇല്ലാതാക്കും. നിങ്ങൾ സ്നേഹിക്കുന്ന എല്ലാത്തിനെയും അവർ നശിപ്പിക്കും. ഇനി വരാൻ പോകുന്ന 2 അവതാർ ചിത്രങ്ങളിലും ഹീറോയ്ക്ക് മലയാളത്തിൽ ശബ്ദമാകാൻ പോകുന്നത് മഹേഷ് തന്നെയാകും. എയർ ജോർദാൻ എന്ന ലോകപ്രസിദ്ധമായ ഷൂവിന് കാരണക്കാരനായ സോണി വക്കാറോ എന്ന ഹീറോയുടെ മലയാളം പതിപ്പിലെ ശബ്ദമായിരുന്നു മഹേഷ്. എനിക്ക് ഒരാളെ മാത്രം സൈൻ ചെയ്താൽ മതി. എനിക്ക് അവനെ മാത്രം മതി. നമ്മൾ അവനെ മാത്രം വെച്ചുകൊണ്ടൊരു ഷൂ ലൈൻ ഉണ്ടാക്കുന്നു. സോണി വക്കാറയെ അവതരിപ്പിച്ച ഓസ്കാർ ജേതാവായ മാറ്റ് ഡൈമന് സ്വന്തം ശബ്ദം കൊടുക്കാൻ കഴിഞ്ഞത് മഹേഷിന്റെ ജീവിതത്തിലെ ഒരു പൊൻതൂവൽ കൂടിയാണ്. മാർവൽ കോമിക്സിന്റെ ഗാർഡിയൻ ഓഫ് ദി ഗാലക്സി വോളിയം 3-ലും ഒരു ഭാഗമാകാൻ മഹേഷിന് കഴിഞ്ഞിട്ടുണ്ട്. മെയിൻ ഹീറോയായ ക്രിസ് പാറ്റ് അവതരിപ്പിച്ച സ്റ്റാർ ലോർഡ്,
ഇത് വർക്ക് ചെയ്യും, ഉറപ്പാണ്, കുഴപ്പമില്ല. ഇത് കുറച്ചുകൂടി ഫാസ്റ്റ് ആണ്. പിന്നെ റോക്കറ്റ് എന്ന ഈ ഒരു കഥാപാത്രത്തിനും നമ്മളെ ഒന്നിനും കൊള്ളാത്തവരാക്കി പരീക്ഷണം നടത്തി വലിച്ചെറിയാനുള്ള വീട്ടുകളാക്കി. ആമസോൺ പ്രൈം നിർമ്മിച്ച TV സീരീസ് ആയ ഫാൾഔട്ടിൽ മാക്സിമസ് എന്ന പ്രധാന കഥാപാത്രത്തിന്റെ മലയാളം പതിപ്പിലെ ശബ്ദവും മഹേഷിന്റെ ആയിരുന്നു. എനിക്ക് നിങ്ങളോട് നന്ദി മാത്രമേ പറയാനുള്ളൂ. എനിക്ക് ഒരു ഗൈഡൻസ് തന്നതിനും ഒരു വീട് തന്നതിനും എനിക്ക് പോകാനൊരിടുണ്ടായിരുന്നില്ല ഈ ലോകത്ത്. ചിത്രങ്ങൾക്കും റേഡിയോ നാടകങ്ങൾക്കും പുറമെ ചില പരസ്യങ്ങളിലും ഡബ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മഹേഷ്. നല്ല നെക്ലസ്, നമ്മുടെ ട്രഡീഷണൽ ഡിസൈൻസ് എല്ലാം നല്ല ഭംഗിയുണ്ടല്ലോ. ഭംഗി മാത്രമല്ല, വിശ്വാസം. മലബാറിന്റെ കസ്റ്റമേഴ്സിനോടൊപ്പം എന്ന് വരെ പോലെ ഒരുപാട് പേരുണ്ട്. ചേട്ടൻ സൂര്യക്ക് മാത്രമല്ല, അനിയൻ കാർത്തിക്കും മലബാർ ഗോൾഡിന്റെ ഈ പരസ്യത്തിലൂടെ ശബ്ദമായത് മഹേഷ് ആയിരുന്നു. ഇതുകൂടാതെ പോത്തി സ്വർണ്ണമഹലിന്റെ ഈ ഒരു പരസ്യത്തിലും പോത്തി സ്വർണ്ണമഹാൽ അവതരിപ്പിക്കുന്നു 5 പവനിൽ 5 ആഭരണങ്ങൾ. ഇവിടെ തീരുന്ന ഒന്നല്ല മഹേഷ് മിമിക്സ്. മിമിക്രിയിൽ അവസാന വാക്ക് എന്ന് വേണമെങ്കിൽ പറയാവുന്ന മഹേഷ് കുഞ്ഞിമോന്റെ കൂടുതൽ പ്രകടനങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള മഹേഷിന്റെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അപ്പം മുമ്പ് പറഞ്ഞത് മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസ് പെട്ടെന്ന് തന്നെ കാണുവാൻ വേണ്ടി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണുന്നത് വരേക്കും ഗുഡ് ബൈ.